ഹാജരാവും. പിന്നെ പ്ലീസ് സർ, നീക്കങ്ങൾ എങ്ങനെയാണ്? തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? പ്ലീസ് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ബി കെയർഫുൾ പ്ലീസ്. അന്വേഷണ സംഘത്തിന് മുന്നിലേക്കാണോ? പ്ലീസ് ഒരു മിനിറ്റ് മാഡം ബി കെയർഫുൾ. ഒരു മിനിറ്റ്. അന്വേഷണ സംഘത്തിന് മുന്നിലേക്കാണോ? ഒരു മിനിറ്റ് പ്ലീസ്. ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ നടൻ സിദ്ദിഖ് ഇപ്പോൾ അഭിഭാഷകനെ കണ്ടിരിക്കുകയാണ്. രാമൻപിള്ള അസോസിയേറ്റ്സിൻ്റെ ഓഫീസിലെത്തിയാണ് സിദ്ദിഖ് അഭിഭാഷകനെ കണ്ടത്. മകൻ കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം സിദ്ദിഖിന് അനുവദിച്ചത്. വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, പ്രതികരിക്കാൻ തയ്യാറായില്ല, ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളോട്. സിദ്ദിഖ് ഇപ്പോൾ അഭിഭാഷകനെ കണ്ടു, കേസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. ക്രിസ്റ്റിന, തുടർ നീക്കങ്ങൾ എങ്ങനെ, ഏത് രീതിയിൽ ഈ കേസിനെ ഇനി നേരിടണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് സിദ്ദിഖ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഈ രാമൻപിള്ളയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏകദേശം അരമണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താണ് തുടർ നീക്കങ്ങൾ, എന്താണ് മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരക്ഷരം പോലും മിണ്ടാൻ സിദ്ദിഖോ സിദ്ദിഖിന്റെ മകൻ ഷഹീനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ മണിക്കൂറുകളായി അല്ലെങ്കിൽ ഈ സംഭവം, ഈ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അദ്ദേഹം ഒളിവിലായിരുന്നു. ഒളിവിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ സിദ്ദിഖ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഒരക്ഷരം പോലും തുടർ നീക്കങ്ങൾ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരക്ഷരം പോലും മിണ്ടാതെയാണ്, എവിടെയായിരുന്നു എന്നുള്ള ചോദ്യങ്ങളിൽ പോലും പ്രതികരിക്കാതെയാണ് സിദ്ദിഖ് ഇപ്പോൾ അഭിഭാഷകനെ കണ്ട് മടങ്ങുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ കൊച്ചിയിൽ എത്തി അഭിഭാഷകനുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. ഇതിൽ പരാതി, ഈ യുവതിയുടെ പരാതി കെട്ടിച്ചമച്ചതാണെന്നും അത് പരാതി നൽകാൻ വൈകിയതിൽ ദുരൂഹതയുണ്ട് എന്നും അടക്കമുള്ള കാര്യങ്ങളായിരുന്നു സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങളിലെ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിയമോപദേശം തേടുക എന്നുള്ളത് തന്നെയായിരുന്നു ബി രാമൻപിള്ളയുമായി ഇപ്പോൾ നടത്തിയ ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്ത് എന്നുള്ള കാര്യത്തിൽ സിദ്ദിഖിന് ഇപ്പോഴും ഒരു മറുപടിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം രാമൻപിള്ളയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. പലകുറി നമ്മൾ ആവർത്തിച്ച്, എല്ലാ മാധ്യമങ്ങളും ആവർത്തിച്ച് പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും ഒരു വാക്കുപോലും മിണ്ടാനോ ആ ചിരിയിൽ നിന്ന് മുഖം മാറ്റാനോ ഭാവവ്യത്യാസം ഉണ്ടാക്കാനോ ഒന്നും സിദ്ദിഖ് ശ്രമിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഈ കേസ് ഉണ്ടായതിനു ശേഷം സിദ്ദിഖ് നേരിട്ടെത്തി ബി രാമൻപിള്ളയുമായി നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അറസ്റ്റ് തടഞ്ഞതോടുകൂടി തന്നെ, 2 ആഴ്ചത്തേക്കാണെങ്കിൽ പോലും അറസ്റ്റ് തടഞ്ഞതോടുകൂടി തന്നെ സിദ്ദിഖിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ എന്തായാലും തെളിവുകൾ ഹാജരാക്കുക എന്നടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാകും സിദ്ദിഖിന്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകനായ മുഗൾ റോത്തഗിയെ വഴിയൊക്കെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഇനി ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത്. അതിനുശേഷമാകും എന്താണ് ഇനി ചെയ്യാനാവുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഇത് സിദ്ദിഖ് എത്തിയതോടുകൂടി ഇതുവരെ ഈ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫീസിന്റെ പരിസരം വിട്ടുപോകാനായിട്ടില്ല. വലിയ ഗതാഗത കുരുക്കുണ്ട്. അദ്ദേഹം നമ്മളിപ്പോഴും ഈ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും വാഹനത്തിന്റെ ഗ്ലാസ് താഴ്ത്താനോ പ്രതികരിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഈ കേസ് പരിഗണനയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുപ്രതികരണം പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് സിദ്ദിഖിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരുപക്ഷെ പ്രതികരിക്കാതെ പോയത് എന്നുള്ള സൂചനയാണ് അല്ലെങ്കിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കൊച്ചിയിൽ നിന്ന് അദ്ദേഹം KL 07DB 5678 എന്നുള്ള BMW കാറിലാണ് അദ്ദേഹം ഇപ്പോൾ അഭിഭാഷകനെ കാണാൻ വന്ന് മടങ്ങിയിരിക്കുന്നത്. ഇതിനിടെ പല അഭ്യൂഹങ്ങളും സിദ്ദിഖുമായി ബന്ധപ്പെട്ട് പലകുറി പുറത്തു വന്നതാണ്. സിദ്ദിഖ്
സംസ്ഥാനം വിട്ടു മറ്റൊരു ജില്ലയിലേക്ക് പോയി എന്നടക്കമുള്ള പല കാര്യങ്ങളും ഉണ്ടായതാണ്. ഇനി എന്തായാലും ഒരുപക്ഷെ അഭിഭാഷകനുമായി നമുക്ക് സംസാരിക്കാനാകുമോ, അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിക്കുമോ എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കേസിലെ ഒരു പ്രതി, അതിന്റെ പരിഗണനാ വിഷയം അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് സിദ്ദിഖിന് ഒരുപക്ഷെ നിയമപരമായി കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാകും ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്തത്. ഇന്ന് ഇവിടെ തന്നെ തുടരുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സിദ്ദിഖ് തിരികെ, ഈ ഒളിവുവാസത്തിന് ശേഷം സിദ്ദിഖ് തിരികെ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതും നമുക്കറിയാം. പലകുറി പോലീസ് സിദ്ദിഖിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. അതിനിടെ ഒരു തവണ സിദ്ദിഖിന്റെ 2 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓൺ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും പോലീസിന് ആ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് സിദ്ദിഖിനെ കണ്ടെത്താനായിരുന്നില്ല എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇനിയുള്ള തുടർ നീക്കങ്ങളെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. ഈ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളതും അന്ന് പോലീസിനെ കണ്ടെത്താനായിരുന്നില്ല. ഒപ്പം ഈ സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ പലകുറി അദ്ദേഹം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമാക്കിയിരുന്നു. അന്നൊന്നും ഒരു സൂചന പോലും സിദ്ദിഖിന്റെ ഒളിയിടം സംബന്ധിച്ച് ലഭ്യമായില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനി വളരെ നിർണായകമായൊരു കൂടിക്കാഴ്ച തന്നെയാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി അല്പസമയം മുമ്പ് പൂർത്തീകരിച്ച് സിദ്ദിഖ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. ക്രിസ്റ്റീന.